മാന്യ സുഹൃത്തുക്കൾക്ക് വന്ദനം. ശ്രീ നരേന്ദ്രമോദിയുടെ 3-ാം മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിരിക്കുന്നു. മുൻകാലത്തേക്കാൾ അല്പം പ്രതിസന്ധികളിലൂടെ ഇപ്രാവശ്യം കടന്നു പോകേണ്ടി വരുമെന്ന് എല്ലാവർക്കും ബോധ്യമാണ്. കല്ലുകടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അവകളിൽ കല്ലുകടികൾ ഒഴിവാക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ചാണക്യന്മാരാണ് അവിടെ ഇരിക്കുന്നത് എന്ന കാരണത്താൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ആദ്യഘട്ടമെങ്കിലും തള്ളി നീക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഏതായാലും കേരളത്തിൽ നിന്ന് 2 പേർക്ക് മന്ത്രി പദവി ലഭ്യമായിട്ടുണ്ട് എങ്കിലും വേണോ വേണ്ടയോ എന്ന കാര്യത്തിലൊക്കെ ചർച്ചകളും പിന്നെന്തൊക്കെയോ ബഹളങ്ങളും ഒക്കെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ വ്യക്തമായ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കറിവില്ല. ഏതായാലും നമുക്ക് സമയമുണ്ടല്ലോ, കാത്തിരുന്ന് കാണാം. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. കേരളത്തെ മുഴുവൻ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടെത്തിക്കും എന്ന വാഗ്ദാനത്തിലാണ് തൃശൂർ MP ഡൽഹിയിലേക്ക് പറന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് 3 വകുപ്പുകളുടെ സഹമന്ത്രിയായി അധികാരം ലഭ്യമായിരിക്കുന്നു. അദ്ദേഹം ആ വകുപ്പുകൾ ഉപയോഗിച്ച് കേരളത്തെ മുഴുവൻ ഒരു വികസനത്തിന്റെ പാതയിലേക്ക് നടത്തും എന്ന വാഗ്ദാനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തുരുതുരെ തന്നുകൊണ്ടുമിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. സുരേഷ് ഗോപി ചേട്ടാ, ഞങ്ങളെ ഇത്രയും പ്രതീക്ഷകൾ നൽകിയിട്ട് ഗോപിയാക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളെ അവസാനം കളിപ്പിക്കരുത് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ലഭ്യമായിരിക്കുന്നതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭാഗം പെട്രോളിയമാണ്. പെട്രോളിയം എന്ന് ഞാൻ എടുത്തു പറയുമ്പോഴുള്ള കാരണം, ഇലക്ഷന് തൊട്ടു മുമ്പ് ഒരു 2 രൂപ കുറച്ചിരുന്നു. താങ്കൾ മന്ത്രിയായിട്ട് അവിടെ എത്തുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോ നേരത്തെ കൂട്ടിയ 2 രൂപയോട് ചേർന്ന് 10 രൂപയായി വർദ്ധിപ്പിക്കുമോ എന്നും നമുക്കറിയില്ല. BJPയിലെ സുഹൃത്തുക്കൾ ശോഭാ സുരേന്ദ്രനായാലും സാദാ സുരേന്ദ്രനായാലും വി മുരളീധരനായാലും ഇവരെല്ലാവരും ചേർന്ന്, അതുപോലെ തിരുവനന്തപുരത്ത് O രാജഗോപാലിന്റെ മകൻ സുരേഷ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് പണ്ട് 50 പൈസയോ 75 പൈസയോ പെട്രോളിന് കൂട്ടിയതിന് കാളവണ്ടിയിൽ യാത്ര ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. മോദി മന്ത്രിസഭ കയറുമ്പോൾ 70 രൂപയുണ്ടായിരുന്ന പെട്രോളിനെ ഇന്ന് 40 രൂപ വർദ്ധിച്ച് 110 രൂപയോളമാണ്, അതോ അതിന് മുകളിലുമാണ് പെട്രോളിന്റെ വില. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നതനുസരിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ സകലത്തിന്റെയും വില വർദ്ധിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഗോപിയേട്ടനിൽ പ്രതീക്ഷിക്കുന്ന ഒരു വികസനം പെട്രോൾ വിലയുടെ വർധനവ് അല്ല, പെട്രോൾ വില കുറച്ചുകൊണ്ട് സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ ദുരിതം പരിഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയ വികസനം. അത് ഞങ്ങൾക്ക് ലഭ്യമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് ലഭ്യമാകുന്നില്ലെങ്കിൽ ഞങ്ങളെ ഗോപിയേട്ടൻ ഗോപിയാക്കി എന്ന് പറയുകയെ നിവർത്തിയു. പണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന സഹമന്ത്രി ശ്രീ വി മുരളീധരൻ പെട്രോളിന്റെ വില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടി നൽകിയത്, ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നതനുസരിച്ച് ഞങ്ങളിവിടെ അല്പമേ കൂട്ടിയിട്ടുള്ളൂ, ആ കുറയുന്നതിന്റെ അത്രയും തന്നെ കൂട്ടിയിട്ടില്ല എന്നതാണ്. അദ്ദേഹം എന്ത് വിവരക്കേടാണ് പറഞ്ഞത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് പിന്നീട് ബോധ്യമായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും നാക്കുപിഴവാണ് വന്നിട്ടുള്ളത് എങ്കിൽ അതിനൊന്ന് തിരുത്താൻ പോലും പിന്നീട് അദ്ദേഹം തയ്യാറായിട്ടില്ല. ഏതായാലും ട്രോളന്മാർക്ക് അതൊരു വലിയ അനുഗ്രഹമായി അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഗ്യാസ് കുറ്റി ചുമന്ന് നടന്ന ഇവർ, കാളവണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന ഇവർ അധികാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് പെട്രോളിന്റെയും ഗ്യാസിന്റെയും ഒക്കെ വില കുത്തനെ ഉയർത്തുകയും സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അതേ ഉദ്ദേശത്തിൽ തന്നെയാണോ ഗോപിയേട്ടൻ ചെല്ലുന്നത് നമുക്കറിയില്ല. ഒരു രാഷ്ട്രീയക്കാരനായിട്ടിരുന്നിട്ട് മന്ത്രിയായിട്ട് ചെല്ലുന്നതല്ല. അദ്ദേഹം തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്നു, ഞാന് വെറും UKG ആണ് ഈ ഒരു മേഖലയിൽ, ഞാൻ കാര്യങ്ങളെ പഠിക്കട്ടെ എന്ന് പറയുകയാണ്. വളരെ നല്ല കാര്യം. കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ സ്വഭാവം മാറാതിരുന്നാൽ നന്നായിരുന്നു. സ്വഭാവം മാറില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ സിനിമാക്കാരൻ എന്ന നിലയിൽ
സ്വഭാവം മാറിക്കൂടുന്നുമില്ല. അപ്പൊ ഗോപിയേട്ടന്റെ ലൈഫിൽ ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു ഇന്റർവെല്ലാണ്, ഒരു ക്ലൈമാക്സിൽ എത്തിയിരിക്കുന്നു. ഒറിജിനൽ MP ആയി കേരളത്തിൽ നിന്നും വിമാനം കയറി ഒറിജിനൽ മന്ത്രിയായി മടങ്ങി വരികയാണ്. സിനിമയിലെ ഒരു മന്ത്രി പെർഫോം ചെയ്യുന്നത് പോലെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തിന്മകൾക്കെതിരെ ശക്തമായ സംസാരം നടത്തുന്ന, തിന്മകൾക്ക് കൂട്ടുനിൽക്കാത്ത, ദേശത്തിലെ വേദനപ്പെടുന്നവന്റെ കണ്ണീരൊപ്പുന്ന തരത്തിലുള്ള ഒരു വലിയ മന്ത്രിയായി, ഒരു സിനിമാക്കാരനെ പോലെ തന്നെ, ഒരു ആക്ഷൻ ഹീറോയായി തന്നെ താങ്കൾ കേരളത്തിലേക്ക് തിരിച്ചെത്തുമെന്നും കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോ ദോശ ചുടുന്നത് പോലെ ഒരു ഭാഗം ഇങ്ങനെ നന്നായിട്ട് വെന്ത് പാകമാകാൻ പകുതി സമയമെടുക്കും, ഗോപിയേട്ടന്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിരിക്കുന്നു, ചട്ടുകത്തിന് നേരെ എടുത്ത് മറിച്ചിട്ട് കഴിയുമ്പോൾ ദോശ മറിഞ്ഞതുപോലെ സ്വഭാവം മൊത്തത്തിൽ മാറുമോ എന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഗോപിയേട്ടന്റെ സ്വഭാവം മൊത്തത്തിൽ ദോശ മറിച്ചിടുന്നത് പോലെ മാറിയാൽ എന്ന് പറഞ്ഞാൽ, നല്ലൊരു മനുഷ്യ സ്നേഹിയായിരുന്ന, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്ന ഒരു പ്രഹസനം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി തൃശൂരിൽ 5 കൊല്ലം പ്രവർത്തിച്ച് അവരുടെ എല്ലാവരുടെയും വോട്ട് മേടിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയിരിക്കുന്നു. കയറിയ ഉടനെ ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനായി താങ്കൾ മാറുമോ എന്നതിൽ മാത്രമേ ഞങ്ങൾക്ക് ആശങ്കയുള്ളൂ. അങ്ങനെ ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനായി താങ്കൾ മാറിയാൽ ഞങ്ങൾ തൃശ്ശൂരുകാരെന്നല്ല, ഞങ്ങൾ കേരളത്തുകാർ ഗോപിയായി. ഈ ഗോപി എന്ന് ഉപയോഗിക്കുന്ന വാക്ക് ചിലർ ഗോപി എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഒന്നും എനിക്കറിയില്ല. ഏതായാലും ഞങ്ങൾ ഊശിയാവുക, ഞങ്ങൾ ലജിച്ചു പോവുക, ഞങ്ങൾ നാണിച്ചു പോവുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഗോപിയേട്ടൻ ഞങ്ങളെ ഗോപിയാക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്റർവെൽ കഴിയുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഏറെ വലുതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്റർവെൽ കഴിയുമ്പോൾ താങ്കൾക്ക് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു മുഖമല്ല, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖത്തിന്റെ കുറച്ചുകൂടി തെളിഞ്ഞ, കുറച്ചുകൂടി അനുഗ്രഹിക്കപ്പെട്ട, ഏത് പാവപ്പെട്ടവനും താങ്കളുടെ അടുക്കലേക്ക് എത്തുവാൻ കഴിയുന്ന, പാവപ്പെട്ട ചിലരുടെയെങ്കിലും കണ്ണുനീർ തുടയ്ക്കുവാൻ കഴിയുന്ന ഒരു ഗോപിയേട്ടനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ താങ്കൾക്ക് സഹായം നൽകാൻ തയ്യാറാണ് കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി. കാരണം കേരളത്തിൽ ചില സീറ്റുകൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ സീറ്റുകൾ ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവിടെ നിങ്ങൾ നടത്തിയിരുന്ന വികസനങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള വികസനങ്ങൾ അല്ലായിരുന്നു എന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ കേരളത്തിൽ യഥാർത്ഥത്തിലെ വികസനം നടപ്പിലാക്കുവാൻ കഴിഞ്ഞാൽ അവിടെയായി താമരകൾ വിരിയിക്കുവാൻ കഴിയുമെന്നതിന് സംശയം വേണ്ട. അല്ല ാണെങ്കിൽ ഈ വിരിഞ്ഞ താമര അതേ തണ്ടിൽ തന്നെ ഉണങ്ങിച്ചരിയുമെന്നും തിരിച്ചറിയുക. ഏതായാലും ഗോപിയേട്ടൻ ഞങ്ങളെ ഊശിയാക്കില്ല, ഞങ്ങളെ ലജ്ജിപ്പിക്കില്ല, ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാളിതുവരെ കേരളം ഒരുപാട് രാഷ്ട്രീയക്കാരെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും കണ്ടിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം ഉണ്ടായ വികസനങ്ങൾ പാലാരിവട്ടം പാലം പോലെ എങ്ങുമെത്താതെ കിടക്കുന്നു. വികസനങ്ങൾ എന്ന വ്യാജേന ഒരുപാട് കാശുകൾ സ്വന്തം പാർട്ടിയുടെയും സ്വന്തം പോക്കറ്റുകളിലേക്കും അവർ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇവകളിൽ നിന്ന് വിഭിന്നമായി ഞങ്ങൾ സിനിമാ നടനായി ശരിക്കും വിലസി നിന്നിരുന്ന ജനഹൃദയങ്ങളിലേക്ക് ഒരിരിപ്പിടം ഉണ്ടാക്കിയെടുത്ത അതേ പ്രതീക്ഷ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ജനം പ്രതീക്ഷിക്കുന്നു. അല്ലാതെ ഇന്നസെന്റിനെ പോലെ ഒന്നും ചെയ്യാൻ കഴിയാതെ ചുമ്മാതൊരു MP ആയി ലോകസഭയുടെ മൂലയിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെതായി ഒന്നും പറയാനില്ലാതെ യാത്ര പോയതുപോലെ ശ്രീ സുരേഷ് ഗോപി ആവില്ല എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. സുരേഷ് ഗോപിയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. പിന്നെ
സിംഹാസനത്തിൽ ഇരിക്കാൻ ചെല്ലുന്ന വേളയിൽ മുഹൂർത്തം നോക്കി ഇങ്ങനെ വാച്ചിൽ നോക്കി നിൽക്കുന്ന ഒരു മന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹം കേരളത്തിൽ നിന്നാണല്ലോ പോയതെന്നോർത്ത് ചെറിയൊരു സഹതാപവുമുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ തേരിലേറിയാണോ ഭാരതത്തിന്റെ മന്ത്രി കസേരയിലേക്ക് എത്തുന്നത് എന്ന ഒരു ആശങ്കയും തെല്ലല്ലാതെയുണ്ട്. അതുപോലെ തന്നെ ടൂറിസം കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് കാര്യം ചെയ്യുവാൻ കഴിയും. കേരളത്തിലെ ടൂറിസം മേഖല മുഴുവൻ വിദേശികൾക്ക് വരുവാൻ കഴിയില്ലാത്ത വിധം അധപ്പതിച്ച് കിടക്കുന്നത് നമുക്കറിയാം. അങ്ങനെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ടൂറിസം പ്ലേസുകൾ ആകർഷകരമാക്കി സന്തോഷ് ജോർജ് കുളങ്ങരയെ കൂടെ കൂട്ടി കൂടുതൽ വിദേശികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. അത് കേരളത്തിൽ ഒരുപാട് പേർക്ക് ജോലി സാധ്യതകൾ ഉണ്ടാക്കും. കേരളത്തിന്റെ രീതി തന്നെ മാറും. അനേകം വിദേശികൾക്ക് ഇവിടെ വരുവാനുള്ള സൗന്ദര്യമുള്ള സ്ഥലമാണ് കേരളം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഖ്യാതി നേടിയ കേരളം. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഗോപിയേട്ടനാവില്ലെന്നറിയാം. കൂടുതൽ അന്ധവിശ്വാസങ്ങളിലേക്ക് തള്ളിവിട്ട് കേരളത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തരുതേ എന്നാണ് അപേക്ഷിക്കുവാനുള്ളത്. കേരളത്തിന്റെ എല്ലാ മുക്കും മൂലയും സുന്ദരമായ സ്ഥലമാക്കി മാറ്റി വിദേശികൾക്ക് ഇവിടെ വന്ന് ദൈവത്തിന്റെ കരവിരുത് ഇത്ര വലുതാണല്ലോ എന്ന് ആസ്വദിക്കാനുള്ള വഴികൾ ഉണ്ടാക്കണം എന്നാണ് അപേക്ഷിക്കാനുള്ളത്. കേരളത്തിൽ നിന്ന് ഭാരതത്തിന്റെ ശ്രീകോവിലിലേക്ക് ആദ്യ താമര വിരിയിച്ച് ചെന്നെത്തുന്ന ശ്രീ സുരേഷ് ഗോപിക്ക് അഭിവാദ്യങ്ങൾ. നല്ലൊരു മന്ത്രിയായിരിക്കാൻ, വെറും 4ാം കിട രാഷ്ട്രീയക്കാരനെന്ന നിലയിലേക്ക് തരം താണ് പോകാതെ നല്ലൊരു മനുഷ്യ സ്നേഹിയായി കേരളത്തിനു വേണ്ടി മാത്രമല്ല ഭാരതത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം താങ്കളെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്കൾക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രതീക്ഷകളോടെ ഞങ്ങൾ മലയാളികൾ.